എന്നാൽ ശിഷ്യൻ അർത്ഥവത്തായിട്ട് ഫലം ചൂടുന്ന അത്തിവൃക്ഷമാകുന്നത് സ്ലീഹയാകുമ്പോഴാണ്. ഞാൻ കൃത്യമായിട്ട് കുമ്പസാരിക്കുന്നുണ്ട്, ഞാൻ കൃത്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഞാൻ ഭക്തസംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രം പോരാ, അത് എൻ്റെ നവീകരണമാണ്, അതെൻ്റെ ശിഷ്യത്വമാണ്. പക്ഷെ എൻ്റെ ശിഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഞാൻ കർത്താവിൻ്റെ സ്ലീഹയാകുമ്പോഴാണ്. ഞാൻ കർത്താവിൻ്റെ സുവിശേഷ വൽക്കരണത്തിലെ ദൈവരാജ പടുത്തുയർത്തലിലെ ഞാൻ കൂട്ടുവേലക്കാരനാകുമ്പോഴാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത വേള മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിലെ 16 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ, എത്ര മനോഹരമാണ് ആ വാക്കുകളും. അവൻ സ്വർഗത്തിലേക്ക് കരകയറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ കർത്താവിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണത്തിലുള്ള എൻ്റെ കൂട്ടുത്തരവാദിത്വമാണ്. ഞാൻ കൂട്ടുവേലക്കാരനാണ്. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ഒരു അലംഭാവമുണ്ട്. ഈ ആലസ്യത്തെയും ഈ അവധാനതയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് കർത്താവ് സങ്കടപ്പെട്ടത്. ഫലം തരാത്ത അത്തിവൃക്ഷം. ഞാൻ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ഫലം ചൂടുന്നത് എൻ്റെ ക്രൈസ്തവ ജീവിതം മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയിക്കാൻ എന്തുമാത്രം ഉപകരണമായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. വീട്ടിൽ വെറുതെ ഇരുന്ന് TV കാണുന്ന എത്രയോ ആളുകളാണ്. ചിലർക്ക് എന്നോട് പറയാറുണ്ട്, റിട്ടയർഡ് അധ്യാപകനാണ്, മക്കളൊക്കെ UK-യിലും അമേരിക്കയിലൊക്കെ ചേക്കേറി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളൂ, പിന്നെ ആകെ ഒരു ആശ്വാസം ഷാലോം ടെലിവിഷൻ ഉണ്ടെന്നുള്ളതാണ്. ഞാനേ നിങ്ങളെ വിളിക്കുന്നു കർത്താവിൻ്റെ നാമത്തിലെ, നിങ്ങളെപ്പോലുള്ള സന്നദ്ധ സേവകരെ കർത്താവിൻ്റെ സുവിശേഷം ഈ ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും എത്തിക്കുന്ന പ്രക്രിയയില്, സുവിശേഷവൽക്കരണ പ്രക്രിയയില് അണിചേരാനായിട്ട് മുന്നോട്ട് വരണം. ഒരുപക്ഷെ മഹത്വത്തിന്റെ സാന്നിധ്യം, ഈ ശുശ്രൂഷ ഞങ്ങളൊരു പുതിയ മേഖലയെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലെ പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയാണിത്. എന്തുകൊണ്ട് മിഷണറിമാരെ, അൽമായരിൽ നിന്ന് മിഷണറിമാരെ, ഒരുപക്ഷെ റിട്ടയേർഡ് ഹാൻഡ്സ് ആയിട്ടുള്ള അധ്യാപകരെ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അങ്ങനെയുള്ള ആളുകൾക്ക് കർത്താവിൻ്റെ മിഷണറിമാരാകുന്ന വിളി കർത്താവ് നൽകുന്നില്ല? ഒരുപക്ഷെ ദൈവം വളരെ വൈകി വിളിച്ച അബ്രഹാമിനെ പോലെ എന്നെയും നിങ്ങളെയും വിളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് 23 വയസ്സാണ്. ഞാൻ ജോലിയിൽ ഒരു 25 വയസ്സിലേക്ക് കയറുന്നുള്ളൂ. നഴ്സായിട്ടുള്ളവരുണ്ട്, എഞ്ചിനീയർ ആയിട്ടുള്ളവരുണ്ട്, BEd കഴിഞ്ഞവരുണ്ട്. 2 വർഷം കർത്താവിൻ്റെ സുവിശേഷത്തിന് വേല ചെയ്യാനായിട്ട് സമർപ്പിക്കുന്നത് വഴി അവർ ജീവിതത്തിൽ വലിയ കാഴ്ചപ്പാടുകൾ ഉള്ളവരായിട്ട് തീരുകയാണ്. വലിയ കാഴ്ചപ്പാടുള്ളവരായിട്ട് തീരുകയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമ്മളുടെ കൗമാരക്കാരുടെ ഇടയിൽ, നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ അവിടെയൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളൊന്ന് വളരെ വലുതാണ്. നമ്മുടെ തകർന്നടിഞ്ഞ കുടുംബങ്ങള്, വഴി വേർപിരിയാനായിട്ട് വക്കത്ത് നിൽക്കുന്ന കുടുംബങ്ങളെ എന്തുകൊണ്ട് കൈകൊടുത്തുയർത്തുന്നതിലെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിക്കൂടാ? സ്നേഹമുള്ളവരെ, ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒറ്റക്കാര്യം മാത്രമേ എനിക്കിവിടെ പറയാൻ ആഗ്രഹമുള്ളൂ. കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 13 തുടങ്ങിയുള്ള തിരുവചനത്തിൽ ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്. എന്തിനാ ശിഷ്യന്മാരെ വിളിക്കുന്നത്? തന്നോടുകൂടി ആയിരിക്കാനും തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ദൗത്യം അറിയിക്കാനായിട്ട് അയക്കുന്നതിന് വേണ്ടിയും. കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ദൗത്യം ജനങ്ങളുടെ നടുവിലെ കർത്താവിന് വേണ്ടി തുടരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അപ്പസ്തോലന്മാർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു വിളിയല്ല, ഇത് കർത്താവ് വിളിച്ച സർവർക്കും ലഭിച്ചിട്ടുള്ള വിളിയാണ്. കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട സർവർക്കും
കർത്താവിന്റെ സുവിശേഷത്തിന്റെ സ്ലീഹന്മാരാകാനുള്ള വിളി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൂത് കേട്ടിട്ട് രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരെ, വെറുതെ മനസ്സിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ദൈവരാജ്യത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളും ഞാനും കർത്താവിന്റെ യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ കഴുതകളാണെന്ന് തിരിച്ചറിയുക. ഓശാന പ്രദർശനം ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും. ആരും കയറിയിട്ട് ചേർത്ത കഴുതക്കുട്ടി, നിങ്ങളതിനെ അഴിക്കുക. അതിന്റെ ഉടമസ്ഥൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ സ്വകാര്യമായി സമ്പത്ത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് അഴിച്ചു കൊണ്ടുപോകുന്നു? മറുപടി പറയണം, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന്റെ രാജ്യം പടുത്തുയർത്തുന്ന വേലയ്ക്ക് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് കർത്താവ് ജനഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ, പണ്ട് ജെറൂസലേമിലേക്ക് രാജകീയമായിട്ട് പ്രവേശിച്ചതുപോലെ ഈ സാഹചര്യങ്ങളുടെ ഒക്കെ നടുവില് ജനഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്റെ കഴുത കർത്താവിനെ വിട്ടുകൊടുക്കാൻ ഞാൻ സന്നദ്ധൻ. എന്റെ സമ്പത്താകാം, എന്റെ സാധ്യതകളാകാം, എന്റെ സൗകര്യങ്ങളാകാം, എന്റെ കഴിവുകളാകാം, ഇതെല്ലാം കർത്താവിനെ ഈ ലോകത്തിലെ എഴുന്നള്ളാൻ, ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും വിട്ടുകൊടുക്കാം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരാകുന്ന ഒരു എവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി, ഒരു സുവിശേഷദായകമായ സമൂഹമായിട്ട് നമുക്ക് തീരാനായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളും ഞാനുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല പ്രതിസന്ധികൾക്കും ഒരു മറുപടി കർത്താവ് തരുന്നു. നീ എന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിലെ എന്നയ്ക്ക് ഉപകരണമാകുന്നുവെങ്കിലും, എന്റെ ദൈവരാജ പ്രവേശനത്തിന്, ജെറൂസലേം പ്രവേശനത്തിൽ കഴുത സഹകാരിയായതുപോലെ നീ സഹകരിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വാഴ്ത്തും, ദൈവം നിന്റെ സർവ്വ പ്രതിസന്ധികൾക്കും മറുപടി പറയാൻ ദൈവം ഇടയാക്കും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ കാരണമാകട്ടെ. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.